ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ വായിച്ചിരുന്ന ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ എന്നതിലെ സുഹദിന്റെ ബാബാണ്. അതിൽ എന്താണ് സുഹദ് എന്നും സുഹദിന്റെ 3 ദർജകളും 3 ഖിസ്മുകളും 3 ഇനങ്ങളും പറയുകയുണ്ടായി. അടുത്ത ഫസ്ല് ഇതിൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് ഫസ്ലുൻ ഫീ തഫ്സീൽ അസ്സുഹ്ദി ഫീമാ ഹുവ മിൻ ദറൂറിയാത്തിൽ ഹയാത്ത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഭൗതികമായ കാര്യങ്ങളുണ്ട്. അഥവാ ദുനിയാവ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരാൾ സുഹദ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ സുഹദ് ഉണ്ടാവുക എന്നുള്ളതാണ്. വദ്ദറൂറിയാത്തുൽ മുഹിമ്മാത്തു സബ്അത്തു അഷ്യാ. ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ജീവിക്കാൻ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 എണ്ണമാണ്. അൽ മത്അം ഭക്ഷണം, അൽ മൽബസ് വസ്ത്രം, വൽ മൽബസ് വൽ മസ്കൻ താമസ സൗകര്യം, ഈ വീട്, വഅസാസുഹു ആ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ഫർണിച്ചറും പാത്രവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, വൽ മൻകഹ് വിവാഹം, വൽ മാൽ സമ്പത്ത്, വൽ ജാഹ് കുറച്ച് സ്ഥാനം അല്ലെങ്കിൽ ഒരു ബഹുമാനം നിലക്ക് കിട്ടുന്ന ആ നിലക്കുള്ള ഒരു പദവി. ഫഅമൽ അവ്വലു വഹുവൽ മത്അം. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നു അതിൽ ഒന്നാമത്തേത് മത്അം ഭക്ഷണം. അതായത് ഈ കാര്യങ്ങൾ നിർബന്ധമായി മനുഷ്യനുണ്ടായിരിക്കണം. ഇതില്ലാതെ മനുഷ്യൻ എന്താ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അത് ദറൂറിയാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഒരാൾക്ക് സുഹദ് ഉണ്ടാവുക, അല്ലെങ്കിൽ അയാളുടെ സുഹദ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഫഅലം അന്ന ഹിമ്മത അസ്സാഹിദി മിൻഹു മാ യദ്ഫഉ ബിഹിൽ ജൂഅ മിമ്മാ യുവാഫിഖു ബദനഹു മിൻ ഗൈരി ഖസ്ദിൽ ഇൽതിസാദ്. നീ മനസ്സിലാക്കുക, അന്ന ഹിമ്മത അസ്സാഹിദ്, ഒരു ജാഹിദാണ് ഒരാളെങ്കിൽ അവന്റെ ചിന്ത എന്നുള്ളത് മിൻഹു ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ ചിന്ത, അവന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് മാ യദ്ഫഉ ബിഹിൽ ജൂഅ അവന്റെ വിശപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവന്റെ വിശപ്പിന് ആവശ്യമായിട്ടുള്ളത് മിമ്മാ യുവാഫിഖു ബദനഹു അവന്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ. ഓരോ ആളുകളുടെയും ശരീരം വ്യത്യസ്തമായിരിക്കും. ആ ശരീരത്തിന്റെ അവന്റെ വിശപ്പിന് ആവശ്യമായിട്ടുള്ള നിലക്കുള്ള ഭക്ഷണം. മിൻ ഗൈരി ഖസ്ദിൽ ഇൽതിസാദ് അവന് പ്രധാനപ്പെട്ട ലക്ഷ്യം ഭക്ഷണത്തിന്റെ രുചി ആയിക്കൊള്ളണമെന്നില്ല. അവന്റെ പ്രധാന ലക്ഷ്യം രുചിയല്ല. അവന്റെ വിശപ്പ് അടങ്ങാനുള്ള, അവന്റെ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാനുള്ള ആ നിലക്കുള്ള ഭക്ഷണമായിരിക്കും ഒരു ജാഹിദ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവന്റെ ചിന്തയുണ്ടാവുക. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ. അള്ളാഹുവിന്റെ അടിമകൾ അവരെങ്ങനെയുള്ളവരല്ല, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് മുഴുകുന്ന ആളുകളല്ല. അതായത് എപ്പോഴും ഇന്ന രുചിയിലുള്ള ഭക്ഷണമേ ഞാൻ കഴിക്കൂ, അല്ലെങ്കിൽ ഇന്ന രുചി എനിക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹങ്ങളിൽ അത് ആസ്വാദനങ്ങളിൽ മുഴുകുന്നവരല്ല അള്ളാഹുവിന്റെ അടിമകൾ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ സുഹദുള്ള ഒരാളുടെ ഭക്ഷണത്തിന്റെ ലക്ഷ്യം എന്താണ്? അവന്റെ വിശപ്പടങ്ങണം, അവന് ആരോഗ്യം ഉണ്ടാവണം, അതായിരിക്കും ഉദ്ദേശം. വഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ ലിഉർവ. ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ സഹോദരി പുത്രനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവോട് പറയുകയുണ്ടായി, കാന യമുറു ബിനാ ഹിലാലുൻ വഹിലാലുൻ. ഞങ്ങളിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ 3 മാസം കടന്നു പോകാറുണ്ട്. ഹിലാൽ ഉദ്ദേശിച്ചത് 3 മാസങ്ങൾ കടന്നു പോകാറുണ്ട്. മാ യൂഖിദു ഫീ ബൈത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തീ കത്താത്ത 3 മാസങ്ങൾ വരെ, ഉദ്ദേശം അടുപ്പ് കത്തിച്ച് വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണമില്ലാതെ 3 മാസങ്ങളോളം കടന്നു പോകാറുണ്ട്. ഖാല ഖുൽതു യാ ഖാല. അപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഖാലതു, അഥവാ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ സഹോദരിയാണ്. ഫഅല അയ്യി ഷൈഇൻ കുൻതും തഈശൂൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്? അഥവാ ഭക്ഷണം കഴിക്കണമല്ലോ. ഖാലത്ത്, അബു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലൽ അസ്വദൈൻ 2 കറുത്ത സാധനങ്ങളുടെ മേലെ, അൽമാഉ വത്തംർ വെള്ളവും ഈത്തപ്പഴവും. 2 കറുപ്പ് എന്ന് പറയാനുള്ള കാരണം ഈത്തപ്പഴം കറുപ്പ് നിറമാണ്. അറബി ഭാഷയിൽ തഗ്ലീബ് എന്ന് പറയും. 2 കാര്യത്തെ ഒരുമിച്ച് പറയുമ്പോൾ മുന്തി നിൽക്കുന്നതിനെ സൂചിപ്പിച്ച് പറയുന്ന രീതിയുണ്ട്. ആ രീതിയിൽ അസ്വദൈൻ എന്ന് പറഞ്ഞതാണ്.
അപ്പോ ഈ വെള്ളവും ഈത്തപ്പഴവും മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസ്ഖായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഗനീമത്ത് സ്വത്താണ്. ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ 5-1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെക്കാറുണ്ട്. കുടുംബത്തിന് ഒരു വർഷത്തിന് ആവശ്യമായ നിലക്കുള്ള ഭക്ഷണവും കാര്യങ്ങൾക്കും വേണ്ടി എടുത്തു വെക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ സദഖ, അവിടുത്തെയും അവിടുത്തെ പത്നിമാരുടെയും ധാരാളമായി സദഖ നൽകുന്നത് കൊണ്ട് അത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകാറാണ് പതിവ്. അങ്ങനെ ഇങ്ങനെ ഈത്തപ്പഴം വെള്ളവും മാത്രം കുടിച്ച് കഴിഞ്ഞു പോകാറുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന രീതി. മുൻഗാമികളിൽ ധാരാളം സുഹദുള്ള ആളുകൾ അവർ പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിരുന്നു. അഥവാ മുന്തിയ രുചികരമായ ഭക്ഷണങ്ങളല്ലാത്ത പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച രീതിയിൽ അവർ ജീവിച്ചിട്ടുണ്ട് സാഹിത്യങ്ങളിൽ, മുൻഗാമികളിൽ. വകാന ഫീഹിം മൻ ലാ യതീഖു ദാലിക്, അവരുടെ കൂട്ടത്തിൽ അതിന് കഴിയാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജാഹിദീങ്ങളായ സുഹദുണ്ടായിരുന്ന ആളുകൾ, പരുവരുത്ത ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന ആളുകളുണ്ട്. എന്നാൽ അതിന് കഴിയാതെ പോയ ആളുകളും സലഫു സാലിഹീങ്ങളിൽ സുഹദുള്ളവരായിട്ടുണ്ടായിട്ടുണ്ട്. ഫകാന സൗരിയു, സുഫിയാൻ അസ്സൗരി, അദ്ദേഹം ജാഹിദായ ആബിദായ ഇമാമായ വ്യക്തിയായിരുന്നു. ഹസൻ അൽ മത്അം, നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു. നല്ല ഭക്ഷണങ്ങളാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. വറുബ്ബമാ ഹുമില ഫീ സുഫ്രതിഹി അൽ-ലഹ്മുൽ മശ്വി വൽ ഫാലൂദജ്, അദ്ദേഹം യാത്രയിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ലഹ്മുൽ മശ്വി, മശ്വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷവായി അറിയല്ലോ, അങ്ങനെ വേവിച്ചിട്ടുള്ള മാംസവും, ഫാലൂദജ് എന്ന് പറഞ്ഞാൽ തേനും അതുപോലെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു ഭക്ഷണമാണ്. അതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, മുന്തിയ ഭക്ഷണങ്ങളാണ് അത്. മശ്വിയും അതുപോലെ ഫാലൂദജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല മുന്തിയ ഭക്ഷണങ്ങളാണ്. അത് അദ്ദേഹം യാത്രയിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് ഒരാളുടെ ആവശ്യത്തിന് എന്താണോ കഴിക്കേണ്ടത് അതാണ് കഴിക്കുക, രുചി ലക്ഷ്യം വെക്കാതെ. അതുകൊണ്ട് പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല, എല്ലാവരുടെ പ്രകൃതിക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് സുഹൃത്ത് കാണിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഇബ്നുൽ ജൗസി അനന്തര സ്വത്തായിട്ട് വീടും അതുപോലെ കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച ആളായിരുന്നു. പക്ഷെ അദ്ദേഹം തലബുൽ ഇൽമിന് വേണ്ടിയൊക്കെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല അവസ്ഥയിൽ ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം 5 ജുസ് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ വിരുദ്ധമായിക്കൊണ്ട് സ്ഥിരവും എല്ലാ ദിവസവും 5 ജുസ് പാരായണം ചെയ്യും. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്തിയ ഭക്ഷണം, നല്ല ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളത്, അപ്പോൾ അതൊന്ന് കുറച്ച് കുറക്കാൻ വേണ്ടി കുറച്ച് മോശം ഭക്ഷണങ്ങൾ, അതായത് പരുവരുത്ത ഭക്ഷണം പോലെയുള്ളത് കഴിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, അന്ന് എനിക്ക് 1 ജുസേ പാരായണം ചെയ്യാൻ സാധിച്ചുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ എന്റെ സാധാരണ ലഭിക്കുന്ന, അതായത് ഓരോരുത്തരുടെ ജീവിത രീതി ഉണ്ടാവുമല്ലോ, അതിൽ കഴിക്കുന്ന നല്ല ഭക്ഷണം കുറച്ചപ്പോ എനിക്ക് 1 ജുസേ ഖുർആൻ പാരായണം സാധിച്ചുള്ളൂ. അപ്പൊ ക്ഷീണിച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചില ആൾക്ക് അതല്ലാതെ പരുപരുത്ത ഭക്ഷണം കഴിച്ചിട്ടും ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കണം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അഫിൽ ജുംല എന്നിട്ട് പറയാണ് ഷെയ്ഖ്, മൊത്തത്തിൽ പറഞ്ഞാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ജാഹിദ് അവന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരത്തിന് എന്താണോ ആവശ്യം, ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ശരീരത്തിന്റെ ഗുണത്തിൽ എന്താണോ അതാണ് നോക്കുക. വലാ യസീദു ഫി തനഉം, അവൻ അതിന്റെ ആസ്വാദനത്തിൽ മുഴുകി അത് ലക്ഷ്യം വെച്ച് അതിൽ കൂട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അവൻ കഴിക്കുക. ഇല്ല അന്നൽ അബ്ദാന തഖ്തലിഫ്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ശരീരം വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാവർക്കും, ഒരാൾക്ക് ഒന്നും കഴിക്കാതെ ചിലപ്പോൾ കുറച്ച് ദിവസം ജീവിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് ജീവിച്ചിതാക്കാൻ പറ്റും. ചില ആളുകൾക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാതെ ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റൂല. ശരീരങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഫമിൻഹാ മാ ലാ യഹ്തമിലു തഖ്ശീൻ, ചില ആളുകൾക്ക് പരുപരുത്ത ഭക്ഷണങ്ങളോ അങ്ങനെയുള്ളത് കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ പറ്റിക്കൊള്ളും എന്നില്ല. വഖദ് യദ്ഖിറു ബഅദു നാസി സാദൽ ഹലാല യതഖവ്വതുഹു, മുൻഗാമികളിൽ ജാഹിദീങ്ങളായിട്ടുള്ള സലഫുകളിൽ അവർ ഹലാലായ ഭക്ഷണം അവരുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായത് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്റ്റോക്ക് ചെയ്ത് എടുത്തു വെച്ച് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഫലാ യുഖ്രിജുഹു ദാലിക മിന സുഹദ്, അത് അവരെ സുഹദിൽ നിന്ന് എന്താക്കിയിട്ടില്ല, പുറത്താക്കിയിട്ടില്ല, സുഹദിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അപ്പോ മനുഷ്യന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ആവശ്യമായിട്ടുള്ള നിർബന്ധ ഭൗതികമായ ആവശ്യങ്ങളിലെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ സുഹദിന്റെ പരിധി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ള സുഹദ് എന്ന് പറഞ്ഞാൽ പട്ടിണി അടക്കലും അല്ലെങ്കിൽ മോശപ്പെട്ട ഭക്ഷണം മാത്രം കഴിക്കലാണ്, അതല്ലാത്ത കഴിച്ചാലൊക്കെ സുഹദിനെതിരാണെന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ അതിനെതിരായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്.
എന്ത് കഴിച്ചാലും ഒക്കെ സുഖത്തിൽ പെടും, അങ്ങനെയല്ല. ഇതാണ് അതിന്റെ മിതത്വമായിട്ടുള്ള രീതി. ഇതാണ് അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അവരുടെ ശരീരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. فقد كان السبتي يعمل من السبت الى السبت ويتقوته. എന്നിട്ട് സബ്തി മുൻഗാമികൾ സലഫുകൾ ഉണ്ടായിരുന്ന ജാഹിദായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണ്, അദ്ദേഹം ഒരു ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച അഥവാ ഒരാഴ്ചയിൽ അദ്ദേഹം പണിക്ക് പോകാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്. എന്നാൽ ഹലാലായ അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം അദ്ദേഹം സമ്പാദിക്കാറുണ്ടായിരുന്നു. وورث داوود الطائي 20 دينارا فانفقها في 20 سنة. ദാവൂദ് അത്തായി അതുപോലെ സലഫുകളിൽ ജാഹിദായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് 20 ദീനാർ അനന്തരമായി ലഭിച്ചു. അദ്ദേഹം 20 വർഷം കൊണ്ടാണ് അത് ചെലവഴിച്ച് തീർത്തത്. അപ്പോൾ പല രീതിയിൽ സലഫുകളിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന ലക്ഷ്യം ഭക്ഷണം ഇന്ന രുചിയിലുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് കഴിക്കാതെ അവന്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായത് ലക്ഷ്യം വെച്ചിട്ട് കഴിക്കുന്നവനാണ് ജാഹിദ്. ഇനി ഭക്ഷണത്തിന്റെ കാര്യം കഴിഞ്ഞു. അസാനി രണ്ടാമത്തേത് അൽ മൽബസ്, വസ്ത്രത്തിന്റെ വിഷയത്തിൽ. فالزاهد يقتصر فيه على ما يدفع الحر والبرد. ഒരു ജാഹിദ് അവന്റെ വസ്ത്രത്തിൽ ചൂടും തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നിലക്കുള്ള വസ്ത്രം അവൻ ധരിക്കും. വയസ്തുറു ഔറ, അതുപോലെ തന്നെ അവന്റെ ഔറത്ത് മറക്കാൻ ആവശ്യമായിട്ടുള്ളത്. വലാ ബഅസ അൻ യകൂന ഫീ നൗഇ തജമ്മുൽ. ഇനി അത് കുറച്ച് ഭംഗിയുള്ള വസ്ത്രം ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ജാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി പറഞ്ഞ വസ്ത്രം ധരിക്കുന്ന ആൾ മാത്രമല്ല, അതിന് ചിലപ്പോൾ നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ടും ഒരു പ്രശ്നവുമില്ല. അവന്റെ ചൂടും തണുപ്പും അതിന് പ്രതിരോധിക്കാൻ പറ്റുന്ന അവന്റെ ഔറത്ത് മറക്കുന്ന വസ്ത്രം. ലിഅല്ല യുഖ്രിജഹു അത്തഖശുഫ് ഇല ശുഹ്റ. എന്തുകൊണ്ടാണ് കുറച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല പറയാൻ കാരണം? അതല്ല എങ്കിൽ ഈ സുഹദ് അവനെ, ഈ തഖശുഫ് എന്ന സുഹദന്റെ ഉദ്ദേശം, സുഹദ് എന്നുള്ളത് അവനെ ശുഹ്റത്തിലേക്ക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് പറയുന്നുണ്ട് വകാന അക്സറു ലിബാസി സലഫ് ഖശിനൻ. സലഫുകളിൽ അധികം ആളുകളുടെയും വസ്ത്രം പരുപരുത്ത ആ നിലക്കുള്ള വസ്ത്രങ്ങളായിരുന്നു. നല്ല സോഫ്റ്റ് തുണിയോ അതുപോലുള്ള ആവില്ല, പരുപരുത്ത വസ്ത്രങ്ങളായിരുന്നു. ഫസാറ ലുബ്സുൽ ഖശിൻ ശുഹ്റതൻ. പിന്നീട് ആ കാലത്ത് എന്തായി തീർന്നു? അങ്ങനെ വസ്ത്രം ധരിക്കൽ ശുഹ്റത്തായി തീർന്നു എന്ന്. അതായത് ഞാൻ ജാഹിദാണെന്ന് അറിയിക്കാൻ വേണ്ടി പരുപരുത്ത വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പോ ജാഹിദ് കീറിപ്പറഞ്ഞ വസ്ത്രം മാത്രം ധരിച്ചോളണം എന്നല്ല, കുറച്ച് ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവും അവനില്ല. അതെന്തുകൊണ്ടാണ്? അവന് ജാഹിദാണെന്ന് ആളുകൾ അറിയുന്നതിനെ തടയാൻ വേണ്ടിയാണത്. അബി ബർദ ഖാല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം എന്തായിരുന്നു, സലഫുകൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് പറയാണ്. അബൂ ബർദ റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുകയാണ്. അഖ്റജത് ഇലൈന ആയിഷ റളിയല്ലാഹു അൻഹാ കിസാഅൻ മുലബ്ബദൻ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളുടെ അടുക്കിലേക്ക് ഒരു മേൽവസ്ത്രം, കുറെ കീറിപ്പറിഞ്ഞിട്ടുള്ള ഒരു മേൽവസ്ത്രം കൊണ്ടുവന്നു. വഇസാറൻ ഖലീബൻ, പരുപരുത്ത താഴ്ഭാഗത്ത് ഇടുന്ന ഒരു വസ്ത്രം കാണിച്ചു തന്നു. വഖാലത്ത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുബിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കപ്പെട്ടത് ഈ വസ്ത്രത്തിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ധരിച്ചിട്ടുണ്ട്. അഖ്റജാഹു ഫി സ്വഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അനിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു, ഖാല ഖതബ ഉമർ റളിയല്ലാഹു അൻഹു വഹുവ ഖലീഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത്, അഥവാ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി ആയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഖുത്ബ പറഞ്ഞു. വഅലൈഹി ഇസാറുൻ ഫീഹി 12 റുഖ. അദ്ദേഹത്തിന്റെ ആ വസ്ത്രത്തിൽ ഏകദേശം 12ഓളം പിന്നെ തുന്നിച്ചേർത്ത അവസ്ഥയിൽ, കീറിയിട്ട് തുന്നിച്ചേർത്ത അവസ്ഥയിലായിരുന്നു ആ വസ്ത്രത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ വസ്ത്രം എന്താണ്? ഈ നിലക്കാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു ജാഹിദ് ഉണ്ടാകേണ്ടത്. അവന്റെ ചൂടും തണുപ്പും ഒഴിവായി കിട്ടാൻ ഔറത്ത് മറക്കുന്ന വസ്ത്രം, കുറച്ച് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം പരുപരുത്ത വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഒരു ശുഹറത്തായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ ഞാനൊരു ജാഹിദാന്ന ആളുകൾ കാണാൻ വേണ്ടി ആ നിലക്ക് ആവാതിരിക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അസ്സാലിഫു, മൂന്നാമത്തേത് അൽ മസ്കൻ, വീട് അല്ലെങ്കിൽ താമസ സൗകര്യം. ഫലിസ്സാഹിദ് ഫീഹി 3 ദറജാത്ത്. ഒരു ജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ താമസ സൗകര്യത്തെ എടുക്കുന്നതിൽ 3 ദർജകളാണുള്ളത്. അലാഹ, ഇവിടെ സൽഫുകളിൽ ഉണ്ടായിരുന്ന ജൂതുമായി കമ്പയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അലാഹ, അതിൽ ഏറ്റവും ഉന്നതമായത് എന്ന് പറഞ്ഞാൽ അല്ലാ യത്ലുബ മൗദിഅൻ ഖാസൻ ലിനഫ്സിഹി. അവന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലമോ വീടോ അങ്ങനെ അത് പ്രത്യേകമായിട്ടൊന്നും തിരഞ്ഞെടുക്കാതെ വലിയഖ്നഉ ബിസവായ അൽ മസാജിദ്,
മസ്ജിദുകളുടെ ഏതെങ്കിലും ഒരു കോണിലായിക്കൊണ്ട് ജീവിക്കുക. അസ്ഹാബ് സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മസ്ജിദിൽ താമസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, സ്വന്തമായി വീടോ മറ്റോ ഒന്നും ഇല്ലാത്ത, അതുപോലെ ചെയ്യുക എന്നുള്ളത്. ഇത് ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് കാലത്തേക്ക് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും പിൽക്കാലത്തും ഇങ്ങനെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷെ അവര് വിവാഹം കഴിക്കുന്നതിനൊക്കെ മുമ്പ്, വിവാഹം കഴിക്കുന്ന സമയത്ത് അവരെ വാടകയ്ക്ക് വീട് എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച് വീട് എടുത്തിട്ടും ഒക്കെ അവർ മാറിപ്പോവാറുമുണ്ട്. വൗസത്തുഹ, അതിൽ മധ്യമ നിലപാടിലുള്ളത് അവന് സ്വന്തമായിട്ട് ഒരു സൗകര്യം, താമസിക്കാനുള്ള സൗകര്യം, ചെറിയ കുടിൽ, ചെറിയ ഓലമേഞ്ഞതോ അതുപോലെയുള്ള ചെറിയ കുടിൽ, കണ്ട മുൻഗാമികളുമായി ബന്ധപ്പെടുത്തി പറയാൻ അതിനോട് ചേർന്നത്. ഇത് ആ കാലഘട്ടത്തിൽ ഒറ്റക്ക് താമസിക്കുമ്പോൾ ഉള്ളതിൽ ചെറിയ സംവിധാനം, ഇന്നാണെങ്കിൽ ആ നിലക്ക് അവൾ മനസ്സിലാക്കുക. വഅദ്നാഹ, അതിൽ ചെറുത്, അയ്യത്തുലു ബഹജ്റതൻ മബ്നിയതൻ, കെട്ടിപ്പടുത്ത ഒരു കെട്ടിടം പോലത്തെ വീട്, അഥവാ കുറച്ച് നല്ല രീതിയിലുള്ള വീട്. ഇത് പറഞ്ഞല്ലോ, ഇത് സലഫുകളുടെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഈ 3 ദർജയുണ്ട്. നമ്മുടെ കാലത്ത് നോക്കുമ്പോൾ ഈ 3 ദർജ വ്യത്യാസം ഉണ്ടാവും. ഈ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായി ആഡംബരമായിട്ട് ഉണ്ടാക്കിയത് ആലോചിക്കുക, അതിന് താഴെയുള്ളത് ആലോചിക്കുക, അതിന് താഴെയുള്ളത് ആലോചിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ ഈ നിലക്ക് ആണ് ഷെയ്ഖ് പറയുന്നത്. അതിനെ തുടർന്ന് വിശദീകരിക്കുമ്പോൾ ഒന്ന് വ്യക്തമാകും. ഇനി ഒരാൾ എപ്പോഴാണോ വീടിൽ വളരെ വിശാലത, മേൽപ്പുര ഉന്നതമായത്, അഥവാ വലിയ ആഡംബരമായിട്ടുള്ള വീട് വേണമെന്നൊക്കെ അവൻ തേടാൻ തുടങ്ങിയോ, അങ്ങനെ അവൻ ചെയ്താൽ അവൻ മസ്കനിന്റെ വിഷയത്തിൽ, അവന്റെ താമസ സ്ഥലത്തിന്റെ വിഷയത്തിൽ അവൻ സുഹൃത്തിൽ നിന്ന് പുറത്തു പോകും, അവൻ അതിൽ വിട്ടുപോകും. അതായത് അവന് താമസിക്കാനുള്ള ഒരു മിനിമം ലെവൽ വിട്ടിട്ട് അവന് വലിയ ഉന്നതമായ മേൽപ്പുരയും വലിയ സൗകര്യങ്ങളൊക്കെ വേണമെന്ന നിലക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സുഹൃദിന്റെ അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തു പോകും. ഹറാമല്ല, അവന്റെ ഒരു സമ്പത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം, അത് പിന്നെ ഹറാമാണെന്നല്ല പറയുന്നത്, പക്ഷെ സുഹൃദിന്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തു പോകും. വഖദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യള ലബ്നതൻ അലാ ലബ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കെട്ടിടം പണിത് ഇങ്ങനത്തെ മേൽപ്പുരകൾ താമസിക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടല്ല മരണപ്പെട്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ഖാല ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, കുൻതു ഇദാ ദഖൽതു ബുയൂത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിലേക്ക് പ്രവേശിച്ചാൽ നിൽതു സഖഫ്, മേൽപ്പുര എനിക്ക് എത്തുമായിരുന്നു, മേൽപ്പുര തൊടാൻ പറ്റുന്ന അവസ്ഥയിലെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നൽ മുസ്ലിമ ലയുജറു ഫീ കുല്ലി ഷൈഇൻ യുൻഫിഖുഹു, ഒരു മുസ്ലിമിന് അവൻ ചെലവഴിക്കുന്ന എല്ലാത്തിനും പ്രതിഫലം കിട്ടും, ഇല്ലാ ഫീ ഷൈഇൻ യജ്അലുഹു ഫീ ഹാദാ തുറാബ്, ഈ കെട്ടിടങ്ങൾ, തുറാബ് ഉദ്ദേശിച്ചത് അന്ന് മൺകട്ടകളോടെ ഉണ്ടാക്കുക, ഈ കെട്ടിടങ്ങൾ പരിധി വിട്ടുണ്ടാക്കുന്നതിലല്ലാതെ എന്ന്. ഈ ഹദീസ് പിന്നെ പറയുന്നത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. ഇതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബാബിന് അറത്തിനെ രോഗം വന്ന് രോഗബാധിതനായി സന്ദർശിക്കാൻ വേണ്ടി വേറെ ചില താബീങ്ങളൊക്കെ പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ദുനിയാവിൽ നിന്നൊന്നും കിട്ടാതെ തന്നെ മരിച്ചുപോയി. അതായത് സഹാബികൾ പലരും ഷഹീദായി കൊല്ലപ്പെട്ടു ഒക്കെ ഉണ്ടായി. കാരണം പിൽക്കാലത്ത് ഇസ്ലാമിക ലോകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായി, സമ്പത്ത് അധികരിച്ച അവസ്ഥയിൽ ആ സമയം. അപ്പൊ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നിപ്പോ എന്താണ്, സമ്പത്ത് കൂടിയിട്ട് എങ്ങനെ എവിടെ ചെലവഴിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ചെലവഴിക്കണ പിന്നെന്താണ്, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചെലവഴിക്കുന്നത്. കാരണം അത്ര ഇസ്ലാമിക ലോകത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ സമ്പത്ത് വർദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലത്താ പറയുന്നത്, ഇപ്പൊ ഈ സമ്പത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. പിന്നീട് ഇതേ റിവായത്ത് ഉദ്ധരിക്കുന്ന ഈ താബിഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വേറെ സ്ഥലത്ത് ഒരു പിന്നെ തോട്ടത്തിൽ കെട്ടിയിട്ടുള്ള തോട്ടത്തിനകത്ത് കണ്ടപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. അഥവാ അവന്റെ ആവശ്യത്തിന് അപ്പുറത്തേക്ക് അവൻ ഈ കെട്ടിപ്പടുത്തുന്ന ഈ വീടുകൾക്ക് എന്തില്ല, അവന് കൂലി കിട്ടാൻ പോകുന്നില്ല എന്ന നിലക്ക്. വഖാല ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് വലിയ ഇമാമാണ്, പണ്ഡിതനാണ്. ഇദാ കാനൽ ബുന്യാനു കസാഫൻ ഫലാ അജ്റ വലാ വിസ്റ, ഒരാൾക്ക് മതിയായ നിലക്കുള്ള വീട് അവൻ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ അവൻ അതിന് കൂലിയില്ല, അവന് കുറ്റമില്ല. അതായത് അവന്റെ ബേസിക് ആവശ്യമാണ്, അതവൻ ചെയ്തു എന്നേ ഉള്ളൂ. അവന് മതിയാവുന്ന ആവശ്യത്തിന് അത് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയാണ്. പക്ഷെ നിയത്തിനനുസരിച്ച് വേറെ കാര്യങ്ങളുണ്ട്, കുടുംബത്തിനെ സംരക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക് നോക്കാൻ, മക്കൾക്ക് നോക്കാൻ, കുടുംബത്തിനെ നോക്കാൻ, അത് ചെയ്യുന്ന അനുസരിച്ചിട്ട് സംരക്ഷണം പ്രതിഫലമുണ്ട്. പക്ഷെ മതിയായതിന്റെ ആ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവന് കൂലിയോ പ്രതിഫലമോ പ്രത്യേകമായി ലഭിക്കുന്നില്ല. വഫിൽ ജുംല, മൊത്തത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞാൽ فإن كل ما يراد للضرورة فلا ينبغي أن يجاوز حد الزهد,
ഇവിടെ പറഞ്ഞത് ഒരുത്തന്റെ ആവശ്യത്തിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ, അതായത് അവന്റെ ആവശ്യത്തിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ അവൻ സുഹൃത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ താമസ സൗകര്യം അവൻ ആവശ്യം എന്താണോ അത് അവന് ചെയ്യാം. പക്ഷെ അത് വിട്ടിട്ട് ആഡംബരമായിട്ട് ഇതായി കഴിഞ്ഞാൽ സുഹൃത്തിന്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തുപോയി. അറാബിയ, നാലാമത്തെ വിഷയം മനുഷ്യന് നിർബന്ധമായും ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളതിൽ അസാസുൽ ബൈത്ത്, വീട്ടിലെ ഉപകരണങ്ങൾ അഥവാ വീട്ടിലെ സാധനങ്ങൾ ഉണ്ടല്ലോ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഫയംബഗി ലിസ്സാഹിദി അൻ യഖ്തസിറ ഫീഹി അലൽ ഖസഫ്, ഒരു ജാഹിദ് അവന്റെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിലായിക്കൊണ്ട് അവൻ ചുരുക്കണം. വയസ്തഅമൽ അൽ ഇനാ അൽ വാഹിദ് ഫീ മഖാസിദിഹി, അവന്റെ ഒരു ആവശ്യത്തിന് ഒരു പാത്രം മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലക്ക്. അതായത് ഇപ്പോ ചില വീടുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാനുള്ളപ്പോൾ ഡിന്നർ സെറ്റ് തന്നെ ഒരു 5-6 ഒരു ഡിന്നർ സെറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു സെറ്റ് അവന്റെ ആവശ്യത്തിന് വരണം മതി. അപ്പൊ അവനവന്റെ ആവശ്യത്തിനുള്ളതിലേക്ക് ചുരുക്കണം. അവൻ തിന്നാനും കുടിക്കാനും അവൻ ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള സാധനം, അതിന്റെ അപ്പുറത്തേക്ക് കുറെ ചില വീടുകളിൽ കാണാം. ഞാൻ ഒരു തവണ ഒരു സമ്പന്നനായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഒരു ദീനിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പരീക്ഷണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ ഒരു വസ്ത്രം ഇട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് അൽമാറയിൽ നിന്ന് എടുത്ത് പോയാൽ മതി, ഞാൻ നോക്കണം കുറെ നേരം ഇതിൽ ഏതെടുക്കണ്ട് എന്നുള്ളത്, കാരണം അത്രയും കൂടുതലുണ്ട്. അതുപോലെ ഡിന്നർ സെറ്റ് എത്രയോ കൂടുതലുണ്ട്, അതിൽ ഏതിലാണ് ഭക്ഷണം വിളമ്പേണ്ടത് എന്ന് സംശയമാണ് ആ നിലക്ക്. അങ്ങനെ ആളുകളുണ്ട്, ഒരുപാട് ഡിന്നർ സെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എന്താണോ ഒരു ആവശ്യം അത് വെക്കുക. വമൻ ഖറജ ഇലാ കസ്റത്തിൽ അദദ് ഫിൽ ആല, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ പാത്രങ്ങളാവട്ടെ എന്തോ ആവട്ടെ അത് അധികരിച്ചു പോവുകയാണെങ്കിൽ ഔ ഫി നഫാസത്തിൽ ജിൻസ്, അല്ലെങ്കിൽ അതിന്റെ ഇനത്തിൽ മൂല്യം കൂടിയത്. ചില ആളുകൾ വളരെ വില കൂടിയ പാത്രങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് വീട്ടിൽ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ കൂടിയാലും എണ്ണത്തിൽ കൂടിയാലും ഖറജ അനി സുഹദ്, സുഹദിന്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇവിടെ വീണ്ടും പറയുന്നു, നമ്മൾ ഒരാൾ ഹറാമ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഒരാളുടെ വീട്ടിൽ 4 ഡിന്നർ സെറ്റ് ഉണ്ടായതുകൊണ്ട് അവൻ ഹറാമ് ചെയ്തു എന്നല്ല അർത്ഥം. നമ്മൾ പറയുന്ന വിഷയം എന്താണ്? സുഹദാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. വലിയന്ദുർ ഇലാ സീറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലേക്ക് നോക്കൂ. ഷെയ്ഖ് ഇതിൽ നല്ലൊരു രീതി എടുത്തിട്ടില്ല. ഏത് കാര്യം പറഞ്ഞാലും നബി സല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് പറയും, സലഫുകളുടെ രീതിയുമായി ബന്ധപ്പെട്ട് പറയും. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹുവിന്റെ സീറയിലേക്ക് നോക്കൂ. വഫീ സഹീഹ് മുസ്ലിം മിൻ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വീട്ടിൽ ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പായൽ കിടക്കുകയാണ്. ഇതിപ്പോ പാത്രങ്ങളുടെ വിഷയം പറഞ്ഞത് എല്ലാത്തിനും ബാധകാട്ടോ. ഇപ്പൊ ചില ആൾക്കാര് ചില കിടക്കകൾ കാണാം, വലിയ വില കൊടുത്തിട്ട് കിടക്കകൾ വാങ്ങി കിടക്കുന്ന കാണാം. വലിയ വില കൊടുത്തിട്ട്, ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ മുന്തിയ ഇനം വാങ്ങിയിട്ട് കിടക്കുന്നത് കാണാം. അല്ലെങ്കിൽ തലയണ വില കൂടിയത്, ഏറ്റവും പതുപതുത്തത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിന് ഒരു ഇസാല തന്നെ ഉണ്ട്. ഈ തലയണകൾ കാരണം പേരെനിക്ക് ഓർമ്മയില്ല, തലയണകളിൽ ഉറങ്ങുന്ന സുഖം കാരണത്താൽ ഫജ്റിന് മസ്ജിദിലെത്താത്ത ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് അതേ ഒരു ഇസാലെന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ തലക്കെട്ട് അങ്ങനെ എന്തോ ആണ്. അപ്പോ അതൊക്കെ ഇതിൽ പെട്ടു. ഏത് കാര്യമാവട്ടെ അതിൽ പരിധി വിട്ട് എണ്ണം കൂടുന്നതാണെങ്കിലും അതിന്റെ മുന്തിയ ഇനം കൂടുന്നതാണെങ്കിലും സുഹദിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും. അപ്പോ പറയാണ്, ഈന്തപ്പന ഓലയിൽ കിടക്കുന്ന അവസ്ഥയിൽ വൈദൽ ഹസീറു ഖദ് അസ്സറ ഫീ ജംബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേത്ത് ആ ഈന്തപ്പന ഇതിൽ കടന്നിട്ട് അടയാളം ഉണ്ടായിട്ടുണ്ട്, ശരീരത്തിൽ അടയാളം ഉണ്ടാവുമല്ലോ, വന്നിട്ടുണ്ട്. ഫനറത്തു ഫീ ഖസാനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസാനയിലേക്ക് പോയി, അഥവാ ഭക്ഷണപാനീയങ്ങളൊക്കെ ഇട്ടുവെക്കുന്ന അൽമാറ പോലത്തത്. ഫൈദാ അന ബിഖബ്ലത്തിൻ മിൻ ശഈരിൻ നഹ്വ സാ, ഒരു സാ ബാർലി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. 2-3 കിലോയുടെ ഉള്ളിൽ വരുന്ന ഒരു ബാർലി മാത്രമേ അതിൽ അവിടെ സ്റ്റോക്ക് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പറയാണ് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം ഉണ്ടായിരുന്നത്. വഫീ റിവായത്തിൽ ബുഖാരി റഹിമഹുല്ലാഹുവിന്റെ റിവായത്തിൽ ഫവല്ലാഹി മാ റഅയ്തു ശൈഅൻ യറുദ്ദുൽ ബസർ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ വീടിനകത്ത് ഒന്നുകൂടി നോക്കാനുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ചില സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഒന്നുകൂടി നോക്കാൻ ഭംഗിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ ഒന്നുകൂടി എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഹദീസ് മഷ്ഹൂറും ഫി സഹീഹ് മുസ്ലിം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, സത്യത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഞാനാണെങ്കിലും നമ്മുടെ ജീവിത രീതിയും ഒക്കെ വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൃഷ്ടികളിൽ ഏറ്റവും
ഉത്തമനായിട്ടുള്ളതാണ്, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വന്നാൽ പോലും അതുപോലെ ജീവിക്കുക എന്നുള്ളത്, കാലം മാറി, ഒരുപാട് സാഹചര്യങ്ങൾ മാറി. പക്ഷെ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോ അതിൽ ക്ഷമിക്കാനെങ്കിലും നമുക്കൊരു പ്രേരണയാവണം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോ, വരുമാനമാവട്ടെ അല്ലെങ്കിൽ വസ്തുക്കളാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം കുറയുമ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാം ഇങ്ങനെയാണല്ലോ ജീവിച്ചത് എന്നതിൽ ക്ഷമിക്കാനുള്ള ഒരു ത്രാണിയെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. വഖാല അലി റളിയല്ലാഹു അൻഹു, ഇനി സഹാബികളുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് അവരുടെ താമസവും അവരുടെ വീട്ടിലെ പാത്രങ്ങളും അതുപോലെ ബന്ധപ്പെട്ട് പറയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, തസവ്വജ്തു ഫാത്തിമ, ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ വിവാഹം കഴിച്ചു. വമാലി വലഹാ ഫിറാശുൻ ഇല്ലാ ജിൽദു കബ്ശിൻ, ഒരു ആടിന്റെ തോല് മാത്രമേ ഞങ്ങൾക്ക് എന്തായിട്ടുള്ളൂ, നിക്കും അവൾക്കുമായിട്ട് വിരിപ്പായിട്ട് വീട്ടിലുണ്ടായിരുന്നത്. കുന്നാ നനാമു അലൈഹി ബില്ലൈൽ, ഞങ്ങൾ രാത്രിയിൽ എന്ത് ചെയ്യും, അതിന്റെ മേലെ കിടക്കും. വനഅലിഫു അലൈഹി നാദിഹ ബിന്നഹാർ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഒട്ടകത്തിന് ഭക്ഷണം ആ വിരിപ്പിൽ തന്നെ ഞങ്ങൾ പകലിൽ വിരിച്ചു കൊടുക്കുകയും ചെയ്യും. അഥവാ ഒട്ടകത്തിന് ഭക്ഷണം മറ്റും കൊടുക്കാൻ ആ വിരിപ്പിൽ തന്നെ ഇട്ടിട്ടാണ് കൊടുക്കാറ്, അല്ല ആ തോലിൽ തന്നെ കൊടുക്കാറ്. വമാലി ഖാദിമുൻ ഗൈറഹ, അവളല്ലാതെ ഒരു ജോലിക്കാരി എനിക്കില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണുള്ളത്. വലഖദ് കാനത് തഅജനു വഇൻ ഖുസ്സതഹാ ലതദ്രിബു ഹർഫൽ ജഫനതി മിനൽ ജുഹദി അല്ലദീ ബിഹാ, അതൊരു പ്രയോഗമാണ്. അത് അവിടുത്തെ പണികൾ കൂടിയിട്ട് പാത്രത്തിൽ മാവും എല്ലാം കുഴക്കുന്ന സമയത്ത് ചായഞ്ഞു പോകുന്ന അവസ്ഥയിൽ, അതിലേക്ക് ചായഞ്ഞു പോകുന്ന അവസ്ഥയിൽ പണിയെടുത്ത് ക്ഷീണിച്ചു പോകുമായിരുന്നു ആര്, ഫാത്തിമ ബീവി എന്ന് പറയാണ്. അപ്പോ അവരുടെ വീട്ടിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് ജീവിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ചില ഉപ്പമാർക്ക് അവരുടെ മകളുടെ ഭർത്താവിനോടൊപ്പം കുറഞ്ഞൊരു സൗകര്യത്തിൽ എന്തെങ്കിലും ഒരു സൗകര്യം കുറഞ്ഞാൽ തന്നെ ബേജാറാണ്. അതായത് ഞാൻ അതുപോലെ ജീവിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഉള്ളതിൽ കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ ബേജാറാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോ ഈ ഒരു ദറജ, ഈ ഒരു മഖാം നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വദഖല റജുലുൻ അലാ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ഫജഅല യുഖല്ലിബു ബസറഹു ഫീ ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്നിങ്ങനെ നോക്കി. അബൂ ദർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നിങ്ങനെ നോക്കി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബൂ ദർ, അബൂ ദർ, മാ അറാ ഫീ ബൈതിക മതാഅൻ. അബൂ ദർ വളരെയധികം സാഹിദായിട്ടുള്ള വ്യക്തിയാട്ടോ. അബൂ ദർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സുഹൃത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലൊരു പാത്രങ്ങളോ അല്ലെങ്കിൽ അസാസൻ ഉപകരണങ്ങളോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മേശയോ കട്ടിലോ വേറെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാനല്ലോ. ഫഖാല, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സാലിഹ മതാഇന, ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് പറഞ്ഞു. അബൂ ദർ റളിയല്ലാഹു അൻഹു മറ്റുള്ള സഹാബികൾ പോലും എന്താ പറയാ ആക്ഷേപിച്ചിരുന്ന ആൾക്ക് സൂതുള്ള ആളായിരുന്നു അബൂ ദർ റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ള സഹാബികളെക്കാൾ കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സുഹുദും വിരക്തിയും കാഴ്ചപ്പാടും മദീനത്തെ ഒരു ഫിത്നയാവും തോന്നിയപ്പോ ഉസ്മാൻ റളിയല്ലാഹു അബൂ ദർ റളിയല്ലാഹുവിനെ റബ്ത എന്നുള്ള പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിച്ചതാണ്. അങ്ങേയറ്റം അത്രയും സൂതുള്ള ആളായിരുന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വേറെ വീടുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, ഇന്നഹു ലാ ബുദ്ദ ലക മിൻ മതാഇ മാ ദുംത ഹാഹുന, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വേണമല്ലോ, അതെന്തായാലും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സാഹിബൽ മൻസിൽ ലാ യദഅനാ ഫീഹി, ശരിക്കും ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഞങ്ങളിവിടെ താമസിക്കാൻ വിടുന്നില്ല എന്ന്, ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോണം പറയാണ്, അതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ വെക്കാത്തത്. അതായത് ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഇവിടെ ഉപയോഗിക്കാതെ പരലോകത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ വാങ്ങാത്ത വെച്ചാൽ ഇവിടെ എന്തില്ല, ഇവിടെ കാലകാലം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞാലോ, അദ്ദേഹം അവിടെ സാഹിത്യങ്ങളിൽ തന്നെ കുറച്ച് സുഹൃത്ത് കൂടുതലുള്ള ആളായിരുന്നു അബൂ ദർ റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്കിപ്പോ ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ വിഷയങ്ങളൊന്നും പറയാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. കാരണം പറഞ്ഞാൽ തന്നെ ഇവന് വേറെന്തോ പ്രശ്നമുണ്ട് തോന്നും. അങ്ങനത്തെ വിഷയങ്ങളാണിത്. കാരണം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. നമ്മൾ സലഫുകളെ പറ്റി പറയും, അവരുടെ വിശ്വാസം പറയും, അവരുടെ കർമ്മങ്ങൾ പറയും, അത് പിൻപറ്റണം പറയും, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ ജീവിതവും നമ്മൾ പറയണം. അപ്പൊ അതിൽ ഈ വിഷയങ്ങളിൽ നമ്മൾ കുറഞ്ഞത് നമ്മുടെ നഷ്ടങ്ങളിൽ ക്ഷമിക്കാനെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കണം, പ്രേരണയായിരിക്കണം. അൽ ഖാമിസു അൽ മൻകഹ്, അഞ്ചാമത്തേത് വിവാഹവുമായി ബന്ധപ്പെട്ട് ലാ മഅന ലിസ്സുഹ്ദി ഫീ അസ്ലി നിക്കാഹ് വലാ ഫീ കസ്റതിഹി,
നിക്കാഹിന്റെ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിക്കാഹ് അധികരിപ്പിക്കുന്നതിലോ അഥവാ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിലോ സുഹുദുമായി അതിന് യാതൊരു ബന്ധവുമില്ല. സുഹുദുമായി അതിന് യാതൊരു ബന്ധവുമില്ല. قال سهل بن عبد الله رضي الله عنه പറയാണ് حبب الى رسول الله صلى الله عليه وسلم النساء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതായിരുന്നു സ്ത്രീകളെ അഥവാ വിവാഹം കഴിച്ച ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള ഹദീസാണത്. വകാന അലി റളിയല്ലാഹു അൻഹു മിൻ അസ്ഹദി സ്വഹാബ. സ്വഹാബികളിൽ വലിയ സുഹൃത്തുള്ള ആളായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. വകാന ലഹു അർബഅതു നിസ്വ. അവിടുന്ന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം ഒരേ സമയം 4 ഭാര്യമാരുണ്ടായിരുന്നു. മൊത്തത്തിൽ 7-8 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. വബിൽ അശറത്തി സുജിയ. അത് മാത്രമല്ല 10 ചില്ലാനം അടിമ സ്ത്രീകളും അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. വകാന അബൂ സുലൈമാൻ, അതായത് അത് അലി റളിയല്ലാഹു അൻഹു സുഹുദില്ല എന്ന് പറയാൻ എന്തായിട്ടില്ല, കാരണമായിട്ടില്ല. വിവാഹം കഴിച്ചതോ അടിമകളുള്ളതോ സുഹുദില്ല പറയാൻ കാരണമായിട്ടില്ല. വകാന അബൂ സുലൈമാൻ അദ്ദാറാനി യഖൂൽ. സലഫുകൾ വലിയ സുഹുദ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു കുല്ലു മാ ശഗലക അനില്ലാഹി മിൻ അഹ്ലിൻ വമാലിൻ വവലദിൻ ഫഹുവ മശ്ഊമുൻ. അള്ളാഹുവിനെ തൊട്ട് നിന്നെ തിരക്കിലാക്കുന്ന, നിന്നെ തെറ്റിക്കുന്ന എന്ത് സാധനവും, അത് നിന്റെ ഭാര്യമാരാവട്ടെ സമ്പത്താവട്ടെ സന്താനങ്ങളാവട്ടെ, ഫഹുവ മശ്ഊമുൻ, അത് ദുശ്ശകുനമാണ്. അതായത് അത് ഒരു ദോഷമുള്ള ഒരു കാര്യമാണ്, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ ഇങ്ങനെ ഈ നിലക്ക് വന്നു. ഇനി ഇതൊരു ചർച്ചയായിട്ട് പറയാണ്. അതായത് ആദ്യം പറഞ്ഞ എന്താണ്, വിവാഹത്തിന്റെ വിഷയത്തിൽ സുഹുദില്ല എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിനെ തൊട്ട് തെറ്റിക്കുമ്പോൾ അത് ദോഷമാണ് എന്നുള്ളത്. ആ വിഷയം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ചർച്ച ചെയ്യാണ്. വകശ്ഫുൽ ഗത്തായി അൻ ദാലിക അൻ നഖൂൽ. ഇതിലുള്ള സംശയം ഉണ്ടല്ലോ, ഇതിലിപ്പോ ഏതാണ് ശരി എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഒരു ക്ലിയർ വ്യക്തതയില്ലായ്മ, അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് മൻ ഗലബത് അലൈഹി ശഹ്വതുഹു. ഒരുവൻ അവന്റെ ശഹ്വത്ത് അധികമാണ്, അഥവാ വൈവാഹികമായിട്ടുള്ള ഇച്ഛ അധികമാണ്. വഖാഫ അലാ നഫ്സി, അവൻ സ്വന്തത്തിൽ പേടിക്കുന്നുണ്ട്. അഥവാ ഒരു ഭാര്യ ഉണ്ടാവും, പക്ഷെ അവന്റെ ശഹ്വത്ത് അധികമാണ്, അവൻ വ്യഭിചരിച്ചു പോകുമോ അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോകുമോ എന്ന് പേടിക്കുന്നുണ്ട്. തുഈനു അലൈഹി നിക്കാഹ്, അവന് വിവാഹം ഒരു സഹായമാകുമെങ്കിൽ, അവന് ഉപകരിക്കുമെങ്കിൽ അവന് കുഴപ്പമില്ല. ഫമ്മാമൻ ലാ യഖാഫു, വേറൊരുത്തൻ, അതായത് ശഹ്വത്ത് കൊണ്ട് വിവാഹം ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് 4 വിവാഹം വരെ കഴിക്കാം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരാള്, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പേടിക്കുന്നൊന്നുമില്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചിൽ വ്യഭിചരിച്ചു പോകുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫഹൽ നിക്കാഹു ഫി ഹഖ്ഖിഹി അഫ്ദൽ ഔ തഅബ്ബുദ്. അങ്ങനെയുള്ള ഒരുവന്റെ മേലെ, അതായത് അവനൊരു ഭാര്യയുണ്ട്, ഹലാലായ നിലക്കുണ്ട്, ഇനി അടിമകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, അവന് ഇനി വേറെ ഒരു ആവശ്യമില്ല, വേറെ വിവാഹത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വ്യഭിചാരത്തിലേക്ക് പോകുന്ന പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരുവനാണ് എങ്കിൽ അവന് വിവാഹം കഴിക്കലാണോ നല്ലത്, അതോ ആ സമയം, അതിന് സമയം കൊടുക്കണമല്ലോ, ആ സമയം ഇബാദത്തിന് മുഴുകലാണോ നല്ലത്? അതാണ് ഇവിടെ ചർച്ച. അതായത് ശഹ്വത്ത് കൂടുതലുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കൽ തന്നെയാണ്, അല്ലാത്ത ആളുകൾക്ക് എന്താണ്? ഫീഹി ഇഖ്തിലാഫു ബൈനൽ ഉലമാ. ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വന്നാസു മുഖ്തലിഫൂന ഫീഹി, കാരണം ആളുകൾ ആ വിഷയത്തിൽ വ്യത്യസ്തരാണ്. മിൻഹും മൻ യഖ്സിദു നിക്കാഹ ലിതലബിൻ നസ്ൽ. ആളുകളിൽ ചില ആളുകൾ, അതായത് ശഹ്വത്ത് അധികരിക്കാത്ത സാധാരണഗതിയുള്ള ആളുകൾ കേട്ടോ, അവര് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ചില ആളുകൾ ഈ കുട്ടികൾ കൂടുതൽ ഉണ്ടാവണം, എനിക്ക് കൂടുതൽ കുട്ടികൾ, എന്റെ നെസ്ലിന് എന്താ പറയാ, തലമുറ, എന്റെ തലമുറ കൂടുതൽ വേണം, കുട്ടികൾ കൂടുതൽ വേണം ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും. വയുംകിനുഹു അൽ കസ്ബ് അൽ ഹലാൽ വൽ ലിൽ ആയില. അവന് എന്തുണ്ട്, ഹലാലായിട്ടുള്ള വരുമാനമുണ്ട്, കുടുംബത്തിന് നോക്കാനുള്ള വരുമാനമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പൊ കുറെ കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം, അങ്ങനെയുള്ളവരുണ്ട്. ഫല യഖ്ദഹു ദാലിക ഫീ ദീനിഹി. അത് അവന്റെ ദീനിന് ഒരു ദോഷം ചെയ്യുന്നില്ല വിചാരിക്കുക, വേറെ കല്യാണം കഴിച്ചൊരു ദീനിനൊരു കുഴപ്പമില്ല. വലാ യതശത്തതു ഖൽബുഹു. അവന്റെ കൽബ് അസ്വസ്ഥമായി പോകുന്നില്ല വേറെ ചിന്തകൾക്ക്, കാരണം വേറെ കല്യാണം കഴിച്ച് അവർക്ക് ചെലവിന് കൊടുക്കാനും പൈസ ഇല്ല, അല്ലെങ്കിൽ വേറെ അതുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൽ യജ്മഉ നിക്കാഹു ഹമ്മഹു. പക്ഷെ ആ കല്യാണം എന്നുള്ളത് അവന്റെ മനസ്സിനെ ശ്രദ്ധ നന്നാക്കാനും, വയകുഫു ബസറഹു, അവന്റെ ദൃഷ്ടി താഴ്ത്താനും, വയറുദ്ദു ഫിക്റഹു, അവന്റെ ബാക്കിയുള്ള ചിന്തകളൊക്കെ അങ്ങനത്തെ ചിന്തകൾക്കൊന്നും പോവാതെ നന്നാക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഫഹാദ ഗായത്തുൻ ഫിൽ ഫദീല, നല്ലൊരു കാര്യമാണ്, അത് ശ്രേഷ്ഠമായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. വഅലൈഹി യുഹ്മലു ഹാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാലു അലി റളിയല്ലാഹു അൻഹു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയാൻ. നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ, അലി റളിയല്ലാഹു വേറെ സഹാബികളാവട്ടെ, അവർ സാഹിത്യങ്ങളായിരിക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് ഈ ഒരു അവസ്ഥയാണ്.
അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ കല്യാണം കഴിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമില്ല, കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കുക നല്ല കാര്യമാണ്. വമൻ ജറാ മജ്റാഹുമ, അതുപോലുള്ള ആളുകൾ ഒക്കെ ഈ ഇനത്തിൽപ്പെടും. والالتفات الى قول من يرى الزهد بترك الالتزام بالنكاح فإن ذلك يقع ضمنا وتبعا للمقصود. പിന്നെ രണ്ടാമത്തെ വാക്ക് പറഞ്ഞല്ലോ, നിക്കാഹ് ഒഴിവാക്കുക, സുഹൃത്തുമായി ബന്ധപ്പെട്ട് നിക്കാഹ് ഒഴിവാക്കലാണ് എന്നൊരു അഭിപ്രായമുള്ള ആളുകൾ പറഞ്ഞല്ലോ. അതെന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? അത് എന്താണ് അവന്റെ ഉദ്ദേശം, അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിൽക്കുന്നത്. അതായത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ചിന്ത പോയി, ദീനിൽ മുഴുകേണ്ട സമയം പോയി, അവന്റെ മനസ്സമാധാനം പോയി, അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. നിക്കാഹ് കൊണ്ട് ഇൽത്തിദാദ് ലസ്സത്ത് മാത്രം ഉദ്ദേശമുള്ളൂ, തലമുറ ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം, അങ്ങനെ ഒന്നുമില്ല. വിവാഹം കഴിക്കുക അതുകൊണ്ടുള്ള ആസ്വാദനം മാത്രം ലക്ഷ്യമാണെങ്കിൽ അവന്റെ എന്താകും, അവന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പരിഗണിച്ചിട്ടാണ് അത് നിൽക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതുപോലെ സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട്, അതുപോലെ ഇങ്ങനെ കുട്ടിയുടെ തലമുറകൾ വർദ്ധിക്കണം, ആ ഉദ്ദേശത്തിലൊക്കെ ആണെങ്കിൽ അവന്റെ ദീനിനും കൽബിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അവന് വേറെ വിവാഹം കഴിക്കൽ എന്തല്ല, അവന്റെ ദൂത്തിനും ഒരു കുഴപ്പമില്ല. ആസ്വാദനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളത്. വഖദ് കാന ബഅദു സലഫ്, ഇനി സലഫുകളിൽ ചിലർ ഈ നിക്കാഹിന്റെ വിഷയത്തിൽ സുഹദ് കാണിച്ചിരുന്ന ആളുകൾ അവർ ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങൾ പറയാണ്. വകാന ബഅദു സലഫ് യഖ്താറുൽ മർഅത ദൂന അലൽ ജമീല, അവർ വലിയ സൗന്ദര്യം ഇല്ലാത്ത, സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെ തെരഞ്ഞെടുക്കുമായിരുന്നു. ഒന്നാമത്തെ വിവാഹം തന്നെ അവർ വിവാഹം കഴിക്കുമ്പോൾ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെ വിവാഹം കഴിക്കുമായിരുന്നു ചില സലഫുകൾ, സാഹിദീങ്ങൾ. എന്തിനാണത്? വദാലിക മഹ്മൂലുൻ അലാ അന്ന തിൽക തകൂനു ഇല ദീൻ അമീലു, കാരണം അങ്ങനെയുള്ള സ്ത്രീകൾ ദീനിലേക്ക് കൂടുതൽ ചായാനും സാധ്യതയുണ്ട് എന്ന നിലക്ക്. അങ്ങനെയുള്ളവർ, ഇതിനർത്ഥം സൗന്ദര്യമുള്ളവർക്ക് ദീൻ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് പറയാണ്, സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകൾ അവർ ദീനിലേക്ക് കൂടുതൽ ചായാനും വന്നഫഖതു അലൈഹ അഖൽ, അവർക്ക് ചെലവിന് കൊടുക്കൽ കുറച്ച് കൊടുത്താൽ മതി എന്ന നിലക്കുണ്ടാവും. വലിയ ഇഹ്തിമാം ബി അംരിഹ യസീർ, അവളുടെ കാര്യം നോക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ബിഖലാഫിൽ മുസ്തഹ്സന, ഭംഗിയുള്ള പെണ്ണിനേക്കാളും. ഫഇന്നഹ തുശത്തിത്തുൽ ഖൽബ്, കാരണം ഭംഗിയുള്ള ഭാര്യയാണെന്നെങ്കിൽ കൽബിന്റെ ശ്രദ്ധ ഇബാദത്ത് അള്ളാഹ് എന്നുള്ളതിലേക്ക് കുറച്ച് തെറ്റാനുള്ള സാധ്യതകളുണ്ട്. വതുശ്ഗിലുഹു, അതിൽ നിന്ന് തിരക്കിലാക്കാൻ. വതുരീദു സിയാദത ഫിൻ നഫഖ, അവൾ എന്ത് ചെയ്യും, ചെലവിന് കൂടുതൽ അവൾക്ക് കൊടുക്കേണ്ടി വരും. വറുബ്ബമ ലം യകുൻ മഅഹു മാലുൻ, അവന്റെ കയ്യിൽ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവുകയില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. സലഫുകൾ വേറെയും പല കിതാബുകളിലും സലഫുകൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമായിട്ട് ഇത് കാണാം. പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഇൽമ് നേടുന്ന ആളുകളോട് പിന്നെ വിവാഹം കഴിക്കുമ്പോൾ ചില ഉലമാക്കൾ ഉപദേശിച്ചൊരു കാര്യം, കുറച്ച് സൗന്ദര്യം കുറഞ്ഞവർ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധ ത്വലബുൽ ഇൽമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സൗന്ദര്യം കൂടിയ സ്ത്രീകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവന്റെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് പോകും. അതുപോലെ സൗന്ദര്യം കൂടിയ സ്ത്രീകൾക്ക് അവളുടെ സൗന്ദര്യം കൊണ്ട് അവളെ നിലനിർത്താനും അവൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒക്കെ മാറും. അവരുടെ ചെലവ്, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ പല കാര്യങ്ങളും അറിയപ്പെട്ടൊരു കാര്യമാണ്. ഇത് കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് നല്ലതാണ്, ഒരു നിലക്ക് നല്ലതാണ്. പക്ഷേ ത്വലബുൽ ഇൽമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ദീനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാള്, എന്നാൽ വിവാഹം എന്നുള്ള നിർബന്ധ ബാധ്യത ആവശ്യമാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് കൂടുതൽ മനസ്സിലാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോട് പിന്നെ പല സലഫുകൾ ചെയ്യാറുള്ള രീതി ആയിരുന്നു ഇത്. അത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. സൗന്ദര്യം കുറവാണെങ്കിൽ വലിയ അവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കുറഞ്ഞ ചെലവ് കൊടുത്താൽ മതിയാകും, അവര് വലിയ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല, അവരുടെ ആവശ്യങ്ങൾ കുറയും, അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. വഖദ് ഖാല മാലിക് ഇബ്നു ദിനാർ, മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യഅമിദു അഹദുഹും ഫയതസവ്വജ ദീബാജത്തൽ ഹൈ ഫതഖൂൽ, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയെ പെണ്ണിനെ വിവാഹം കഴിക്കും. ഫതഖൂൽ, അവസാനം അവള് പറയും, ഉരീദു മിഖ്ഫൻ, എനിക്ക് ഇന്നാലിന വസ്ത്രം വേണം, കുറച്ച് നല്ല മുന്തിയ വസ്ത്രം വേണം. ഫതംറുസു ദീനഹു, അങ്ങനെ അവന്റെ ദീനിനെ തന്നെ പിന്നെ പിച്ചു ചെയ്യുന്ന ഒരു അവസ്ഥയിലായിത്തീരുന്നു. കാരണം അവളുടെ ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പൊ അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യും, ഇവന്റെ ത്വലബുൽ ഇൽമിന്റെയും ഇബാദത്തിന് സമയം കൂടി പണിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ അത് പിന്നെ അവന്റെ ദീനിനെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിക്കാഹിന്റെ വിഷയത്തിൽ മൊത്തത്തിൽ പറഞ്ഞത് എന്താണ്, അതിൽ പ്രത്യേകിച്ച് സുഹൃത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷെ ദീനെന്ന് തെറ്റുന്നുണ്ടോ, കൽബ് അസ്വസ്ഥമാകുന്നുണ്ടോ എന്നതിനെ പരിഗണിച്ചിട്ടാണ് ഒന്ന് എന്നുള്ളതിന് ആവശ്യമാണ് അതിൽ കൂടുതലുള്ള വിഷയങ്ങൾ വരുന്നത്. അസ്സാദിസു അൽ മാലു, ആറാമത്തെ കാര്യം സമ്പത്ത്.
സമ്പത്ത് എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിന് എന്താണ് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഒരു ജാഹിദ് അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അവന്റെ ആയുസ് ജീവിച്ചു തീർക്കാൻ ആവശ്യമായുള്ള നിലക്ക് അവനത് സമ്പാദിക്കും, ആ നിലക്ക് അവൻ ചുരുക്കും. അതായത് അവന്റെ ലക്ഷ്യം സമ്പാദിക്കുക എന്ന് മാത്രമാവില്ല അവന്റെ ലക്ഷ്യം. وكان في الصالحين من يتشاغل بالتجارة ويقصد بها العفاف. സലഫുകളിൽ സ്വാലിഹീങ്ങളായ ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ കച്ചവടം ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവരോട് ആവശ്യപ്പെട്ട് ചോദിച്ച് ജീവിക്കുന്ന അവസ്ഥയില്ലാതെ ജീവിക്കാൻ വേണ്ടി അവർ കച്ചവടം മറ്റും ചെയ്യാറുണ്ടായിരുന്നു. വകാന ഹമ്മാദ് ഇബ്നു സലമ ഇമാമാണ്, അഹ്ലുസുന്നയുടെ ഇമാമാണ്. ഇദാ ഫതഹ ഹാനൂതഹു വകസബ ഹബ്ബതൈൻ ഖാമ. അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു, കടയോ മറ്റോ, അത് തുറക്കും. അദ്ദേഹത്തിന് ആവശ്യമായത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അത് അടക്കുകയും ചെയ്യും. അദ്ദേഹം പഠനത്തിലും പഠിപ്പിക്കലും പോകും. വകാന സഈദ് ഇബ്നുൽ മുസയ്യിബ് യസ്തജിറു ഫി സൈത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് താബിഈങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം സൈത്ത് കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു, ഒലിവ്. വഖല്ലഫ 400 ദീനാർ. അദ്ദേഹം 400 ദീനാറോളം അദ്ദേഹം എടുത്തു വെക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. വഖാല, അദ്ദേഹം പറയാറുണ്ട്, ഇന്നമാ തറക്തുഹാ ലിഅസ്വന ബിഹാ അർദി വദീനി. ഇത് നാം ഇവിടെ വിട്ടുവെക്കുന്നത്, മാറ്റിവെക്കുന്നത് എന്റെ അഭിമാനവും എന്റെ ദീനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കാരണം അതുണ്ടെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാത്ത അവസ്ഥയിൽ അവന്റെ ദീന് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോ സമ്പാദിക്കുക, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ള എന്തിനെതിരല്ല? സുഹുദിനെതിരല്ല. പക്ഷെ അത് ലക്ഷ്യം വെച്ച് അതിന്റെ പിന്നാലെ പോകുന്നതിനാണ് പ്രശ്നമുള്ളൂ. അസ്സാബിഅ, ഏഴാമത്തേത് അൽ ജാഹ്. ജാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവി, ഒരു ബഹുമാനം, ഒരു സ്ഥാനം എന്നുള്ള അർത്ഥം. വലാ ബുദ്ദ ലിൽ ഇൻസാനി മിൻ ജാഹിൻ ഹത്താ ഫി ഖൽബി ഖാദിമിഹി. ഒരു മനുഷ്യന് നിർബന്ധമായിട്ടും ഒരു സ്ഥാനം ഉണ്ടാവണം, എത്രയെങ്കിലും അവന്റെ ജോലിക്കാരന്റെ അടുത്തെങ്കിലും. അതായത് ഒരാൾക്ക്, അതായത് പദവി പ്രശസ്തി എന്നൊക്കെ പറയുമല്ലോ, അതിന്റെ മിനിമം ലെവൽ ഒരാൾക്ക് വേണം. കാരണം അവന്റെ കീഴിലുള്ള ആളുകളുടെ മുമ്പിൽ അവൻ എന്തുണ്ടാവണം? ഒരു സ്ഥാനം ഉണ്ടാവണം. അവന്റെ ജോലിക്കാരന്റെ മുമ്പിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. واشتغال الزاهد بالزهد يمهد له الجاه في القلب فينبغي ان يتحدث من شر ذلك. ഒരു സാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ സുഹുദുമായി മുഴുകുക എന്നുള്ളത് അവന്റെ കൽബിൽ ഒരു ജാഹ് ഉണ്ടാക്കാൻ കാരണമാണ്. അത് ഞാൻ സാഹിദാണ് എന്ന നിലക്കൊരു സ്ഥാനം വേണമെന്നുള്ളത് അതവൻ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ഈ ലറൂറിയാത്തുകളെ പറ്റി അതിന്റെ അവസ്ഥ എന്താണ്, സാഹിദിന്റെ അവസ്ഥയാണെന്ന് എന്താണ് പറയുന്നതിന് ശേഷം മൊത്തത്തിൽ പറയുകയാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഫൈനൽ ഹവായിജ ദറൂറിയത ലൈസത് മിന ദുനിയ. നിർബന്ധമായും മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ദുനിയാവിൽ പെട്ടതല്ല. ഏത് ദുനിയാവിൽ? ഒഴിവാക്കേണ്ട ദുനിയാവിൽ പെട്ടതല്ല. അതായത് സുഹൃത്ത് എന്ന് പറഞ്ഞ ദുനിയാവ് ഒഴിവാക്കുക പറഞ്ഞല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് അതിൽ പെടുന്നതല്ല. വകാന കസീറു മിനസ് സലഫ് യുഅറദു ലഹും ബിൽ മാലിൽ ഹലാൽ. സലഫുകളിൽ ധാരാളം ആളുകൾ അവര് ഹലാലായ സമ്പത്ത് അവരുടെ മുമ്പിൽ നൽകാൻ വേണ്ടി വെച്ചിട്ടും അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഫയഖൂലുൻ, അവർ പറയാറുണ്ട്, ലാ നഖുദു, നാം അത് എടുക്കുന്നില്ല. നഖാഫു അയ്യുഫ്സിദ അലൈനാ ദീനന, നമ്മുടെ ദീന് ഫസാദായി പോകുന്നു പേടിച്ചിട്ടാണ് എന്ന നിലക്ക് പറയാറുണ്ടായിരുന്നു. അതായത് ഈ ലറൂറിയാത്തുകൾ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അത് ഒഴിവാക്കുക എന്നല്ല സുഹൃത്തിന്റെ അർത്ഥം. എന്നാൽ അതിൽ സൂക്ഷ്മത പാലിക്കുക, അതിനെ സൂക്ഷിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഹലാലായ സമ്പത്ത് തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ, അത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ദീന ഫസാദായി പോകുമ്പോൾ പഠിച്ച് ഒഴിവാക്കിയ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ മിതത്വം അതിൽ പാലിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവസാനത്തെ ഫസ്ൽ ഈ വിഷയത്തിൽ ഫി അലാമാത്തി സുഹദ്, സുഹദിന്റെ അടയാളങ്ങൾ. ഇപ്പൊ നമ്മൾ കേട്ടു, സുഹദുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കേട്ടു. ഇനി നമുക്ക് സുഹദ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം പരിശോധിക്കാൻ വേണ്ടിയുള്ള ചില അടയാളങ്ങൾ. ഖദ് തദുന്നു അന്ന താരിക്കൽ മാലി സാഹിദുൻ. ചില ആളുകൾ, അല്ലെങ്കിൽ നീ വിചാരിച്ചിട്ടുണ്ടാവും സമ്പത്ത് ഒഴിവാക്കുന്നവനാണ് സാഹിദ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടാവും. വലൈസ കദാലിക്, അങ്ങനെയല്ല. സമ്പത്ത് ഒഴിവാക്കുന്നവനല്ല സാഹിദ് എന്നുള്ളത്, അങ്ങനെയല്ല കാര്യം. ഫൈന തറക്കൽ മാലി വഇദ്ഹാറ തഖശുൻ സഹലുൻ അലാ മൻ അഹബ്ബ അൽ മദ്ഹബ അസ്സുഹദ്. സുഹദ് കൊണ്ട് മദ്ഹ് ആഗ്രഹിക്കുന്ന ഒരാൾ, അഥവാ സാഹിദ് ആണ് എന്ന നിലക്ക് മദ്ഹ് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരുപരുത്ത ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ വസ്ത്രം ധരിക്കുക, സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. അതായത് സമ്പത്ത് നേടുന്നതിനേക്കാൾ എന്താണ് അവന്റെ ഒരു കാര്യം, എന്താണ് ഇങ്ങനെ സുഹൃത്തുള്ള ആളാണ് ആളുകളെ കാണിക്കുക. അതെന്താണ് അവന് എളുപ്പമുള്ള ഒരു കാര്യമാണ്. അല്ല, എളുപ്പമല്ല, അവന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും ഈ മദ്ഹ് കേൾക്കുക എന്നുള്ളത്. അപ്പൊ സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല സുഹൃത്ത്. ഫകം മിൻ റാഹിബിൻ ഖദ് ലാസിമ ദൈർ. എത്ര ഇബാദത്തിൽ മുഴുകുന്ന ആളുകളാണ്. ദൈർ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ മാറി ഇരിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് പറയുക.
വഖല്ലൽ മത്അം അവരവരുടെ ഭക്ഷണം കുറക്കുന്നു. വഖവ്വാഹു അലാ ദാലിക ഹുബ്ബുൽ മഹ്മദ അങ്ങനെയൊക്കെ ഭക്ഷണം ഒഴിവാക്കി ഒഴിഞ്ഞ് ഇബാദത്തിൽ മുഴുകി അങ്ങനെ നിൽക്കുന്ന ആളുകൾ, പക്ഷേ അവരുടെ ഉള്ളിൽ എന്താ ഉള്ളത്? അവർ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടണം എന്നുള്ള ഇഷ്ടമാണ് അവരിൽ ശക്തിപ്പെടുത്തുന്നത്. കമാ സബഖ ദിക്റഹു ഫി കിതാബി ദിയ, അതായത് ഈ കിതാബിൽ തന്നെ ദിയാന്റെ ബാബിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ സമ്പത്ത് ഒഴിവാക്കിയിട്ട് ഈ കാര്യമാവുന്നതാണെങ്കിലോ അതെന്തല്ല? സുഹൃദല്ല. എന്നിട്ട് പറയാണ് വലാ ബുദ്ദ മിന സുഹൃദ്, പക്ഷെ മനസ്സിലാക്കേണ്ടത് സുഹൃദിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഫീ ഫുദൂലിൽ അംവാലി വൽ ജാഹി ജമീഅൻ, അമിതമായിട്ടുള്ള തന്റെ ആവശ്യത്തിന് അപ്പുറത്തേക്കുള്ള സമ്പത്താവട്ടെ പ്രശസ്തിയാവട്ടെ അങ്ങനെയുള്ള എന്ത് കാര്യമാവട്ടെ ഉണ്ടാകാൻ പാടില്ല. ഹത്താ യക്മുല സുഹ്ദു ഫീ ഹുദൂദിൻ നഫ്സ്, അതായത് ഒരുത്തന്റെ സ്വന്തത്തിൽ ആ സുഹൃദിന്റെ ഒരു ഓഹരി കിട്ടുന്ന രീതിയിൽ ആകാനും പാടില്ല. അതായത് അമിതമായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേസമയം അവന്റെ സ്വന്തത്തിൽ ഞാൻ ജാഹിദായി എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയുന്നത് മുഷ്കിലുൻ, എന്നാൽ ഈ ഒരു സുഹൃദ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതിന്റെ തുടക്കം എന്താണെന്ന് ക്ലിയർ ആവുക എന്നുള്ളത് കുറച്ച് മുഷ്കിലായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ രണ്ടിന്റെ ഇടയിൽ പോകുന്നതാണ് സുഹൃദ് എന്ന് പറയുന്നത്. വഖദ് ഖാല ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഫ്ദലു സുഹ്ദി ഇഖ്ഫാഉ സുഹ്ദ്, സുഹൃദിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജാഹിദാണ് എന്ന ആളുകൾ അറിയാതിരിക്കലാണ്. സുഹൃദിനെ മറച്ചു വെക്കലാണ് ഏറ്റവും നല്ല സുഹൃദ്. അതായത് നമ്മൾ ഈ ഒരു സുഹൃദുള്ള ആളാണ് ആളുകൾ അറിയിക്കാതെ മറച്ചു വെക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള സുഹൃദ് എന്നുള്ളത്. വയംബഗി അൻ യുഅവ്വില ഫി ഹാദാ അലാ സലാസി അലാമാത്ത്, 3 അടയാളങ്ങൾ കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അൽ ഊല, ഒന്നാമത്തേത് അല്ലാ യഫ്റഹ ബിമൗജൂദിൻ വലാ യഹ്സന ബിമഫ്ഖൂദിൻ, വളരെ ശ്രദ്ധിക്കേണ്ട 3 അടയാളങ്ങളാണ്. ഒന്നാമത്തേത് ലഭിച്ച ഒരു കാര്യത്തിന്റെ മേലെ അമിതമായി സന്തോഷിക്കാൻ പാടില്ല, നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായി ദുഃഖിക്കാനും പാടില്ല. ഇത് സുഹൃദിന്റെ വലിയൊരു അടയാളമാണ്. ഇമാം അഹ്മദ് സുഹൃദിനെ പറഞ്ഞ താരീഫാണ്. കമാ ഖാല തആല, ഇമാം അഹ്മദിനോട് എന്താണ് സുഹൃദ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആയത്താണ് സൂറത്തുൽ ഹദീദിലെ 23-ാമത്തെ ആയത്തിൽ, ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്താവാൻ പാടില്ല? അമിതമായ ദുഃഖത്തിൽ പോകാൻ പാടില്ല. വലാ തഫ്റഹു ബിമാ അതാകും, നിങ്ങൾ കിട്ടിയതിന്റെ പേരിൽ അമിതമായ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക, കച്ചവടത്തിൽ പെട്ടെന്ന് വലിയ ലാഭം വന്നു, വലിയ നേട്ടം വന്നു, അതിൽ സ്വാഭാവികമായ മാനസികമായ സന്തോഷം എന്നോ അതിൽ അമിതമായി സന്തോഷിച്ചു പോകുന്ന അവസ്ഥ എന്താണ്? അത് അള്ളാഹ് ഉദ്ദേശിച്ചത് എന്നാണ്, അതിൽ നിൽക്കണം. അല്ലെങ്കിൽ കച്ചവടം പെട്ടെന്ന് പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനം എന്തെങ്കിലും ഒരു തീ പിടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റി, അതിൽ ആകെ നിരാശപ്പെട്ട് ഞാൻ എങ്ങനെ ജീവിക്കാതെ ആകെ സങ്കടം, സ്വാഭാവികമായ സങ്കടം ഉണ്ടാവും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. അത് അല്ലാഹു തആല വിധിച്ചതാണ്. അതിൽ കിട്ടിയാലും പോയാലും ആ മാനസികാവസ്ഥ കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് സുഹൃദിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം. ഇത് ഇമാം അഹ്മദിനോട് ചോദിച്ചതാണ്, വലിയ 1000 ദീനാർ അല്ലെങ്കിൽ 1,00,000 ദീനാറിൽ ഒരാൾക്ക് ജാഹിദാവാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു പറ്റും. എന്താണ് എന്ന് പറഞ്ഞു, അതിൽ 1 ദീനാർ കൂടി അവന് സന്തോഷിക്കാനും പാടില്ല, ഒന്നും പോയാൽ അവന് ദുഃഖിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അവന് ജാഹിദാകാം. വഹാദ അലാമത്ത് സുഹ്ദി ഫിൽ മാൽ, സമ്പത്തിൽ ഒരാൾക്ക് സുഹൃദുള്ളതിന്റെ അടയാളതാണ്. സമ്പത്ത് അയാളുടെ കയ്യിൽ എത്ര കൂടി എന്നുള്ള വിഷയമല്ല, പക്ഷെ ഈ അടയാളം ഉണ്ടോ? സമ്പത്തിൽ അവൻ സുഹൃദുള്ളവനാണ്. അസ്സാനി, രണ്ടാമത്തേത് അയ്യസ്തബി ഇൻദഹു ദാമുഹു വമാദിഹുഹു വഹാദ അലാമത്ത് സുഹ്ദി ഫിൽ ജാഹ്, ജാഹിന്റെ വിഷയത്തിലുള്ള അഥവാ ഒരാളുടെ സ്ഥാനത്തിന്റെ വിഷയത്തിലുള്ള സുഹൃദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥാനം പദവി അതിനുള്ള സുഹൃദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ആക്ഷേപിച്ച ഒരാളും അവനെ പ്രശംസിച്ച ഒരാളും അവന്റെ മുമ്പിൽ ഒരേപോലെ ഇരിക്കും. അതായത് നമ്മളെ പറ്റി ഒരാൾ നല്ല ഇത് പറയാണ്, നിങ്ങൾ നല്ല ഉഷാറാണ് നല്ലതാണ് എന്നൊക്കെ പറയാം, മറ്റൊരാൾ നിങ്ങൾ അത് ചെയ്ത് ശരിയില്ല കുഴപ്പമില്ല. അപ്പൊ ആ രണ്ടാളെയും നമ്മുടെ മുമ്പിൽ എന്താവുക? ഒരേപോലെ ആവുക. നമ്മൾ പ്രശംസിച്ച ആളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം താല്പര്യം, നമ്മൾ വിമർശിച്ച ആളോട് പ്രത്യേക ഒരു ഇകഴ്ച ആവുന്നില്ല, രണ്ടുപേരും നമ്മുടെ മുമ്പിൽ ഒരുപോലെ ആവുക എന്നുള്ളത് സുഹ്ദ് ഫിൽ ജാഹ്. അസ്സാലിസ്, മൂന്നാമത്തേത് അയ്യകൂന ഉൻസുഹു ബില്ലാഹ്, അവന്റെ ഏറ്റവും അടുപ്പം അല്ലെങ്കിൽ അവന് ഏറ്റവും അടുപ്പമുള്ളത് അള്ളാഹുവിനോടാവുക, അവൻ അടുത്തൊരു ബന്ധം കൽബ് കൊണ്ട് അള്ളാഹുവിനോടാവുക. വൽ ഗാലിബു അലാ ഖൽബിഹി ഹലാവത്തു ത്വഅ, അവന്റെ കൽബിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴുള്ള ആസ്വാദനാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴുള്ള ആസ്വാദനം അവൻ ഏറ്റവും മുന്തിയതായിട്ട് നിൽക്കുക. ഫഅമ്മാ മഹബ്ബത്തു ദുനിയ വ മഹബ്ബത്തുല്ലാഹി തആല, എന്നിട്ട് പറയാണ് ദുനിയാവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഫഹുമാ ഫിൽ ഖൽബി കൽമാഇ വൽ ഹവാഇ ഫിൽ ഖദഹ്, അത് കൽബിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളവും വായുവും ഉള്ളതുപോലെ ആയിരിക്കും. ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് വായുണ്ട് എന്ന് വിചാരിക്കാം. ഇദാ ദഖലൽ മാ ഖറജൽ ഹവാ, അതിൽ വെള്ളം ഒഴിച്ചാൽ എന്താവും? അതിലുള്ള വായു പുറത്തേക്ക് പോകും.
പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ മറ്റേ കമഴ്ത്തി വെക്കുന്ന കണ്ടറിയാം, അതിൽ വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ എയർ പോയില്ലേ, അതേപോലെ അതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്ന് കയറുന്നതനുസരിച്ച് മറ്റേതവിടെ പോകും. ഫലാ യജ്തമിആൻ, രണ്ടും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കൂല. അതായത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിനകത്ത് എന്താണ്, വായു ആണുള്ളത്. വെള്ളം നിറച്ചാലോ വായു എന്ന് പോയിട്ടുണ്ടാവും. അത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാവില്ല. ഖീല ലിബഅദിഹിം, ചില സലഫുകളോട് പറയപ്പെട്ടു, ഇലാ മാ അഫ്ളാ ബിഹിം സുഹദ്, ഒരാൾ സുഹദ് കൊണ്ട് ഏതുവരെ എത്തുക, ഏതുവരെ ഒരാൾക്ക് എത്താൻ പറ്റുക? ഖാല ഇലൽ ഉൻസി ബില്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അടുത്ത ബന്ധം വരെ എത്താൻ പറ്റുക. സുഹദ് കൊണ്ട് ഒരാൾക്ക് ഏതുവരെ എത്താൻ പറ്റുക? അത് എവിടെയെന്ന് പറഞ്ഞാൽ ഇലൽ ഉൻസി ബില്ലാഹ്, അള്ളാഹുമായുള്ള അടുത്ത ബന്ധം വരെയാണ് എത്താൻ പറ്റുക. ഈ അൽ ഉൻസുബില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫുകൾ ധാരാളമായി സംസാരിച്ചിരുന്ന വിഷയമാണ്, അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം. അത് ചിലപ്പോൾ അത് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആസ്വാദനമുള്ള, എത്രത്തോളം സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള തിരക്കുകളിൽ മുഴുകി അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ കുറവ് കൊണ്ടോ ഇബാദത്തിന്റെ കുറവ് കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ലഭിച്ചോളുന്നില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. ഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ കൽ അറൂസ്, ദുനിയാവ് എന്നുള്ളത് ഒരു മണവാട്ടി പെണ്ണിനെ പോലെയാണ്, അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെയാണ്. വമൻ യത്ലുബുഹാ മാശിതതുഹാ, അതിനെ തേടി പോകുന്ന ഒരുവെന്ന് പറഞ്ഞാൽ അവളുടെ മുടി ചീതുന്ന ഒരാളെ പോലെയാണ്. അതായത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് അവളെ അലങ്കരിക്കുന്ന ഒരു ആളെ പോലെയാണ്, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം ഇതൊക്കെ നോക്കുന്ന ഒരാളെ പോലെയാണ് അതിനെ തേടി പോകുന്നവൻ. വസ്സാഹിദു, ഒരു സാഹിദ് സുഹുദുള്ള ആള്, യുസ്ഖിമു വജ്ഹഹ, ആ അറൂസിന്റെ ആ അണിഞ്ഞൊരുങ്ങിയ പെണ്ണിന്റെ മുഖത്ത് കരി തേക്കും. വയൻതിഫു ശഅറഹ, അവളുടെ മുടി എടുത്ത് കളയും. വയുഖ്ദിഖു സൗബഹ, അവളുടെ വസ്ത്രം ഒഴിവാക്കും, അഥവാ അത് മുഷിഞ്ഞതാക്കും. അതായത് അവളുടെ സൗന്ദര്യത്തെ സൗന്ദര്യമുള്ളതായിട്ട് കാണൂല. വൽആരിഫു മുസ്തഖിലുൻ ബില്ലാഹി തആല അൻഹ, ഒരു അള്ളാഹിനെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവളെക്കാളും അഥവാ ദുനിയാവിനേക്കാളും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നവനായിരിക്കും. ഇതിന്റെ പിന്നാലെ അവൻ പോകില്ല എന്നുള്ളത്. എന്നിട്ട് ശൈഖ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയാണ്, ഇതാണ് സുഹുദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹുദിന്റെ വിധികളുമായി ബന്ധപ്പെട്ട് നാം ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളാണ് എന്നുള്ളത്. പിന്നെ അതിനെ തുടർന്ന് വരുന്നത് അടുത്ത ഈ കിതാബിലെ അഥവാ മിൻഹാജുൽ ഖാസിദീൻ എന്ന കിതാബിലെ അടുത്ത ഭാഗങ്ങൾ തവക്കുലും തൗഹീദും അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സുഹുദ് ശരിയാവണമെങ്കിൽ തവക്കുൽ കൊണ്ടേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് തവക്കുലിന്റെ ബാബിലേക്ക് പോവുകയാണ്. പിന്നെ ആളുകൾക്ക് വായിച്ച് കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വലിയ കിതാബാണ്, 800 ചില്ലാനം പേജുകളുണ്ട്. മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ, വായിക്കേണ്ട ഒരു കിതാബാണ്. ഈ നിലക്കുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു കിതാബാണ്. ഇൻഷാല്ലാഹ് ഭാവിയിൽ വായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.